ഹാപ്പി നാഷണൽ ഡേ ആശംസകൾ. ഹാപ്പി നാഷണൽ ഡേ. UAE എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെക്കൻഡ് ഹോം തന്നെയാണ്. UAE നാഷണൽ ആന്തം 4 പാർട്സ് ഹാർമണിയിൽ ചെയ്യുക എന്നുള്ളത്. ആകെ കൊയറിൻ്റെ സൈസ് 132 പേരാണ്. അപ്പം JFS ശരിക്കും പറഞ്ഞാൽ ഒരു 5 days കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രെസ് റിലീഫ്, ഒരു സ്ട്രെസ് ബസ്റ്റർ തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 132 ഗായകർ UAEക്ക് ആദരമർപ്പിക്കുകയാണ്. UAE ദേശീയ ദിനമായ ഡിസംബർ 2 അനുബന്ധിച്ചാണ് 132 ഗായകർ ചേർന്ന് UAEയുടെ ദേശീയ ഗാനമായ ഈശി ബിലാദി ആലപിച്ചിരിക്കുന്നത്. ഹാപ്പി നാഷണൽ ഡേ ആശംസകൾ. ഹാപ്പി നാഷണൽ ഡേ ആശംസകൾ. ഞാൻ വളരെ സന്തോഷം. UAE എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെക്കൻഡ് ഹോം തന്നെയാണ്. നമ്മൾ വേറൊരു കൺട്രിയിൽ വന്ന് താമസിക്കുന്നു എന്നുള്ളൊരു ഫീല് UAEയിൽ നമുക്ക് കിട്ടുന്നില്ല. നമ്മൾക്ക് കൗണ്ട്ലെസ് ഓപ്പർച്യൂണിറ്റീസ് തന്ന ഒരു കൺട്രിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ജോലി ചെയ്യാനും നമ്മുടെ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാനും അതിനുള്ള ഫ്രീഡം എല്ലാം എല്ലാ കൺട്രീസിലും നമുക്ക് കിട്ടണമെന്നില്ല. അപ്പം അത് UAE തന്നു. അപ്പം നമ്മൾ അതിന് UAEക്ക് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടാണ് ഈ ലാർജ് സൈസ് സ്ക്വയറായിട്ട് നമ്മൾ UAE നാഷണൽ ആന്തം റെക്കോർഡ് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മൾ റിലീസ് ചെയ്യുന്നത്. ഈ ഗായക സംഘം തുടക്കമിടുന്നത് 2023 ജനുവരിയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോർ മെമ്പറായ സാം ബെഞ്ചമിൻ്റെ ഐഡിയ ആയിരുന്നു UAE നാഷണൽ ആന്തം 4 പാർട്സ് ഹാർമണിയിൽ ചെയ്യുക എന്നുള്ളത്. UAE നാഷണൽ ആന്തം 1971 ഒരു ഈജിപ്ഷ്യൻ സംഗീതജ്ഞനായ മുഹമ്മദ് അബ്ദുൽ വഹാബ്, അദ്ദേഹമാണ് ഈ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്തത്. അദ്ദേഹമാണോ അതോ അദ്ദേഹത്തിൻ്റെ നെഫ്യൂ ആയ സാദ് അബ്ദുൽ വഹാബ് എന്നാണോ എന്നുള്ളത് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമുള്ള അവ്യക്തതയുള്ള കാര്യമാണ്. അപ്പോൾ 1971 ഈ ഒരു മ്യൂസിക് കമ്പോസ് ആവുന്നത്. അത് കഴിഞ്ഞ് 1986 ആരിഫ് അൽ ഷെയ്ഖ് എന്ന ആൾ ഈ ഒരു ലിറിക്സ് എഴുതുന്നത്. അപ്പം അദ്ദേഹത്തിന് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ കൊടുത്ത ഒരു ടാസ്ക്കാണ് 3 ദിവസത്തിനുള്ളിൽ ഈ ഒരു ലിറിക്സ് എഴുതി ചിട്ടപ്പെടുത്തണം എന്നുള്ള ഒരു ഇത്. പക്ഷേ അദ്ദേഹം അത് 1 ദിവസം കൊണ്ട് തന്നെ ആ ലിറിക്സ് എഴുതി സമർപ്പിച്ചു. 1986 അത്. 4 പാർട്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സൊപ്രാനോ, ഓൾട്ടോ, ടെനർ, ബേസ്, ഇതാണ് 4 പാർട്സ്. അപ്പം UAE നാഷണൽ ആന്തം ഒരു ലാർജ് സൈസ്ഡ് ക്വയറായിട്ട് നോൺ അറബ്സ് ആയിട്ട് ഇതുവരെ ആരും ചെയ്തതായിട്ട് നമ്മളുടെ അറിവിലില്ല. അപ്പം അതിനെ സംബന്ധിച്ച് നമ്മൾ ഈ നാഷണൽ ആന്തം 4 പാർട്ട് ഹാർമണിയിലേക്ക് മാറ്റുവാൻ കേരളത്തിലുള്ള പുല്ലാട് സ്വദേശിയായ നിബിൻ ജോസ് ആണ് നമ്മളെ അതിനെ സഹായിച്ചത്. 4 പാർട്ട് ഹാർമണിയിലേക്ക് ഇതിൻ്റെ നൊട്ടേഷൻ എല്ലാം ആളാണ് ക്രമപ്പെടുത്തി തന്നത്. ആയതിനു ശേഷം US ബേസ്ഡ് ആയിട്ടുള്ള ഡേവിഡ് വിക്ടറാണ് ഇതിനുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തത്. അപ്പം അതൊരു ഡാൻസ് അക്കാഡമി സ്റ്റുഡിയോയിലാണ് നമ്മളുടെ പ്രാക്ടീസസ് നടക്കുന്നത്. അവിടെ തന്നെയാണ് ഇതിൻ്റെ ഓഡിയോ റെക്കോർഡിങ് ചെയ്തത്. ഇതിൻ്റെ ഓഡിയോ നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളൊരു കോറസ്റ്ററായിട്ടുള്ള ക്രിസ് മനോജാണ് ഇതിനുള്ള ഓഡിയോ റെക്കോർഡിംഗ് എല്ലാം ചെയ്യാനും അതിൻ്റെ മിക്സും എല്ലാം ചെയ്യാൻ സഹായിച്ചത്. ദീപ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ JFS എന്ന് പറയുന്നത് ഒരു ബിലോ 50 മെമ്പേഴ്സുള്ള ക്വയർ ഗ്രൂപ്പായിട്ടാണ് തുടങ്ങിയത്. അന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും ഒരു ലാർജ് സൈസ് സ്ക്വയർ ആവും എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു നമ്മുടെ ക്വയർ ഡയറക്ടർ ഡേവിഡ് അനൂഷ് ആണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ഫുൾ എഫേർട്ട് എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. നമ്മൾ പുള്ളി എടുക്കുന്ന എഫേർട്ട് വെക്കുമ്പോൾ നമ്മൾ എടുക്കുന്നതൊന്നും അല്ല എന്ന് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം മാക്സിമം എഫേർട്ട് എടുക്കുന്നു. അപ്പം നമ്മളും ഓട്ടോമാറ്റിക്കലി അതുപോലെ തന്നെ നമ്മളും വർക്ക് ചെയ്യാൻ നോക്കും. അപ്പം JFS ശരിക്കും പറഞ്ഞാൽ ഒരു 5 days കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രെസ് റിലീഫ്, ഒരു സ്ട്രെസ് ബസ്റ്റർ തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആകെ കൊയറിൻ്റെ സൈസ് 132 പേരാണ്. ഇതിൽ 84 അഡൽട്ട്സും 44 കുട്ടികളും അടങ്ങുന്ന ആണ് ഈ ഗായക സംഘം എന്ന് പറയുന്നത്. ഇതിൻ്റെ വീഡിയോ 4 ആഴ്ചകളിലായിട്ടാണ് ഇതിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് നമ്മൾ ചെയ്തത്. ഓരോ ആഴ്ച സൊപ്രാനോ, അടുത്ത ആഴ്ച ഓൾട്ടോ, അങ്ങനെ 4 ബേസ്, ടെനർ, അങ്ങനെ 4 ആഴ്ചകളിലായിട്ടാണ് ഓഡിയോ റെക്കോർഡിംഗ് ചെയ്തത്. അതിനുശേഷം നമ്മളിവിടെ ഫ്ലാഗ് ഗാർഡനിൽ വെച്ചാണ് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ചെയ്തത്. പിന്നെ ഇത് ചെയ്തത് ദ പ്ലോട്ട് എന്ന് പറഞ്ഞൊരു പിന്നെയും അഗെയിൻ ഒരു മലയാളി മഹിമ ലിസ്ബത്ത് എന്ന് പറഞ്ഞ ആളുടെ കമ്പനിയാണ്. 1 ദിവസം കൊണ്ടാണ് ഇതിൻ്റെ ഷൂട്ടിംഗ്. വെളുപ്പിനെ 5:30 എല്ലാ കോറസ്റ്റേഴ്സും കുട്ടികളടക്കം എല്ലാവരും ഒരു മടിയും കൂടാതെ സന്തോഷമായിട്ടാണ് വന്ന് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടി വന്നതും. സൂര്യൻ ഉദിച്ച് വന്നപ്പോഴത്തേനും ഹോൾ ക്വയർ വാസ് റെഡി.